നമസ്കാരം. കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷികളായ CPM-ഉം CPI-യും തമ്മിലുള്ള ഭിന്നത ഇപ്പോൾ കടുത്ത പരസ്യയുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിന് മുൻപ് മുന്നണിക്കുള്ളിൽ രൂപപ്പെട്ട ഈ ആഭ്യന്തര തർക്കം LDF-നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനമാണ് CPI-യെ ചൊടിപ്പിച്ചത്. ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാൻ താൻ നിയമസഭാ സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകേണ്ട താമസം മാത്രമേ ഉള്ളൂവെന്നും CPI നേതാവ് തന്നെ ആ സ്ഥാനത്ത് വരുമെന്നുമായിരുന്നു പിണറായിയുടെ പരസ്യമായ പ്രഖ്യാപനം. മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ ഈ ഏകപക്ഷീയമായ നിലപാടിനെതിരെ CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊക്കേരി പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. എല്ലാം ഞാനാണെന്ന ഭാവം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതല്ല എന്ന സത്യൻ മൊക്കേരി ലേഖനത്തിൽ തുറന്നടിച്ചു. പിണറായി വിജയനെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുള്ള CPI-യുടെ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കടുത്ത രാഷ്ട്രീയ ആയുധങ്ങളുമായി CPI നേതാക്കൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. CPI-യുടെ ജനസമ്മതിയെയും പാർട്ടിയുടെ വലിപ്പത്തെയും പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നത്. CN മോഹനന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2 ലക്ഷത്തോളം വോട്ടുകളുള്ള കേരളത്തിലെ ഒരു സാധാരണ നിയമസഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPI-ക്ക് 5000 വോട്ടെങ്കിലും തികച്ചു പിടിക്കാനാകുമോ? മുന്നണിയിൽ എപ്പോഴും സമ്മർദ്ദതന്ത്രം പയറ്റി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും കൈക്കലാക്കുന്ന പാർട്ടിയാണ് CPI. ഇടതുപക്ഷ ഐക്യം നിലനിർത്തണമെങ്കിൽ CPM എല്ലാം സഹിച്ചുകൊള്ളണമെന്ന രീതിയിലാണ് CPI-യുടെ പെരുമാറ്റമെന്നും നിയമസഭയിലെ മുൻകാല കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അവർ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനായി വാശി പിടിക്കുന്നതെന്നും CN മോഹനൻ കുറ്റപ്പെടുത്തി. ഇതിനു പുറമെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ കോൺഗ്രസുമായി വരെ സഖ്യമുണ്ടാക്കിയ ചരിത്രമാണ് CPI-ക്കുള്ളതെന്ന് CPM സംസ്ഥാന സമിതി അംഗം V ശിവൻകുട്ടിയും ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ എടുത്ത നിലപാട് പൂർണ്ണമായും ശരിയാണെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. ഈ തർക്കങ്ങൾ കേവലം ഒരു പദവിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്കുണ്ടായ വൻ തിരിച്ചടിയുടെ പഴി പരസ്പരം ചാരാനുള്ള ശ്രമം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് CPI എടുത്ത നിലപാടാണ് ഇടതുപക്ഷത്തെ ജനങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയതെന്ന് CPM ഔദ്യോഗികമായി ആരോപിക്കുന്നു. പദ്ധതി നടപ്പിലാക്കാൻ ഇടതു സർക്കാർ ആദ്യം ശ്രമിച്ചപ്പോൾ അതിനെ മുന്നണിക്കുള്ളിൽ നിന്ന് ആക്രമിച്ചു വഷളാക്കിയത് CPI ആണെന്നാണ് മോഹനൻ വ്യക്തമാക്കുന്നത്. CPI-യുടെ ഈ വിപ്ലവ യുദ്ധം കാരണം ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ശക്തമായി രംഗത്ത് വന്നു. മുന്നണി ബന്ധം നിലനിർത്താൻ CPM-ന് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടോ അത്രത്തോളം തന്നെ ഉത്തരവാദിത്തം CPI-ക്കുമുണ്ടെന്നും തങ്ങളെ ഒതുക്കാൻ നോക്കിയാൽ വഴങ്ങില്ല എന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കനത്ത തോൽവിക്ക് ശേഷം പാർട്ടി വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും തിരുത്തൽ രേഖ ഉണ്ടാക്കുമെന്നും CPM പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ അനുവദിക്കില്ലെന്ന ശാഠ്യത്തിലാണ് CPI. ഭരണത്തിലും മുന്നണിയിലും പിണറായി വിജയൻ പുലർത്തുന്ന കടുംപിടുത്തവും ഏകപക്ഷീയമായ ശൈലിയുമാണ് തങ്ങൾക്ക് തിരിച്ചടിയായതെന്ന് CPI കരുതുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ബിനോയ് വിശ്വവും കൂട്ടരും ഉറച്ചു നിൽക്കുന്നത്. വോട്ട് ബാങ്കിന്റെ കാര്യത്തിലും പാർട്ടി കാര്യത്തിലും CPI തങ്ങളെക്കാൾ എത്രയോ പിന്നിലാണെന്നും അതിനാൽ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് വഴങ്ങേണ്ടതില്ല എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. തർക്കം പരിഹരിക്കപ്പെടാതെ സംയുക്ത മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന കടുത്ത നിലപാടിലേക്ക് വരെ CPI നീങ്ങുകയാണ്. ഘടകകക്ഷികളെ തമ്മിൽ തല്ലിച്ച് മാറ്റി നിർത്താനാണ് CPM ശ്രമിക്കുന്നതെന്ന് ബിനോയ് വിശ്വം ആരോപിക്കുന്നു. മുന്നണി മര്യാദകളും രാഷ്ട്രീയ സൗഹാർദ്ദങ്ങളും കനലായിരുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി LDF-ലെ 2 വൻമരങ്ങളായ CPM-ഉം CPI-യും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയാണ്. വെറുമൊരു കസേരക്കളി എന്നതിനപ്പുറം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത പ്രഹരത്തിന്റെ പഴി ആരുടെ തലയിൽ കെട്ടിവെക്കണം, ഇതിനെ ചൊല്ലിയാണ് ഈ തർക്കം മൂർച്ഛിക്കുന്നത്. ഈ രാഷ്ട്രീയ പോരിലെ യഥാർത്ഥ പാളിച്ചകൾ എവിടെയാണ്? ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും ഘടകകക്ഷികളോട് ആലോചിക്കാതെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഒന്നാമത്തെ പാളിച്ച. ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാൻ താൻ നിയമസഭാ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്താൽ മതിയെന്നും CPI നേതാവ് തന്നെ ആ സ്ഥാനത്ത് വരുമെന്നുമുള്ള പിണറായി വിജയന്റെ പരസ്യ പ്രസ്താവന മുന്നണി മര്യാദകളുടെ ലംഘനമായിരുന്നു. ഉഭയകക്ഷി ചർച്ചകളിൽ തീർക്കേണ്ട വിഷയം പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതാണ് CPI-യെ പ്രകോപിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതി ആദ്യം നടപ്പിലാക്കാൻ അനുമതി നൽകുകയും പിന്നീട് സ്വന്തം വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും CPI-യുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി അത് മരവിപ്പിക്കുകയും ചെയ്തതാണ് മറ്റൊരു വലിയ പാളിച്ച. നയപരമായ വ്യക്തതയില്ലാതെ എടുത്ത ഈ തീരുമാനം കാരണം നിയമസഭയിൽ വലിയ ആയുധമായി മാറി.
ഒടുവിൽ പദ്ധതി നടപ്പിലാക്കാൻ പുതിയ UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ LDF ജനങ്ങൾക്ക് മുന്നിൽ പ്രതിക്കൂട്ടിലായി. ഒരു ഘടകകക്ഷിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെ പരസ്യമായി കുറച്ചു കാണിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ നടത്തിയ പ്രസ്താവന കടുത്ത പാളിച്ചയാണ്. CPIക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 5000 വോട്ട് കിട്ടുമോ എന്ന ചോദ്യം മുന്നണി ഐക്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി. വിജയങ്ങളിൽ ഒപ്പം കൂട്ടുകയും പരാജയപ്പെടുമ്പോൾ വോട്ട് ബാങ്കിന്റെ വലിപ്പം പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ മുന്നണി ശൈലിക്ക് ചേർന്നതല്ല. ഇരു പാർട്ടികളും ജനകീയ പ്രശ്നങ്ങളിലോ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളിലോ അല്ല കലഹിക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിക്കും അതിലൂടെ കിട്ടുന്ന പ്രോട്ടോകോൾ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് ഈ പോരാട്ടം. ജനകീയ വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കേണ്ടവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരസ്യമായി പോരടിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയുടെ യഥാർത്ഥ കാരണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ശ്രമം. സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും ജനങ്ങളുമായുള്ള അകൽച്ചയുമാണ് തോൽവിക്ക് കാരണമെന്നിരിക്കെ അത് PM ശ്രീ പദ്ധതിയുടെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും പരസ്പരം പഴിചാരി രക്ഷപ്പെടുവാനാണ് ഇരു കൂട്ടരും നോക്കുന്നത്. CPM എപ്പോഴും തങ്ങളുടെ വലിയ വോട്ട് ബാങ്ക് കാണിച്ച് ചെറുകക്ഷികളെ വിരട്ടാൻ നോക്കുന്നു. എന്നാൽ CPMന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് തങ്ങൾ ജയിച്ചതെന്ന വാദത്തെ CPI പ്രതിരോധിക്കുന്നു. മുന്നണി സമവാക്യങ്ങൾ കേവലം സഖ്യകക്ഷികളുടെ കളി മാത്രമല്ലെന്നും പരസ്പര ബഹുമാനമാണ് പ്രധാനമെന്നും വോട്ടർമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഇടതുപക്ഷത്തിന്റെ ഭാവിക്ക് നൽകുന്ന സൂചനകൾ വളരെ അപകടകരമാണ്. CPI മുഖപത്രമായ ജനയുഗത്തിൽ സത്യൻ മോക്കിൽ എഴുതിയ ലേഖനം വ്യക്തമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജയും അപ്രമാദിത്വം വളരുന്നു എന്നാണ്. എല്ലാം ഞാനാണെന്ന ഭാവം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതല്ലെന്ന വിമർശനം വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയിലേക്ക് തന്നെയാണ്. ഇതിന് മറുപടിയായി വി ശിവൻകുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ CPIയുടെ പഴയ കോൺഗ്രസ് സഖ്യ ചരിത്രം ഓർമ്മിപ്പിച്ചത് മുന്നണിയിലെ പഴയ മുറിവുകൾ വീണ്ടും കുത്തിത്തുറക്കാൻ മാത്രമേ ഉപകരിക്കൂ. തർക്കം പരിഹരിക്കാതെ ഇനി സംയുക്ത യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ബിനോയ് വിശ്വവും CPIയും. ഇത് പ്രതിപക്ഷ നിരയിലെ ഐക്യത്തെ പൂർണ്ണമായി തകർക്കും. ചുരുക്കത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രതിപക്ഷമെന്ന സ്വന്തം ഗ്രൂപ്പ് വഴക്കുകളിൽപ്പെട്ട് ഉഴലുകയാണ്. പാളിച്ചകൾ ഇരുവശത്തുമുണ്ട്. ഈ തർക്കങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിശ്വാസ്യതയാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇല്ലാതാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പരസ്യപ്പോര് എങ്ങോട്ട് തിരിയുമെന്നും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.